കുറേ ദിവസം നെട്ടയത്ത് വീട്ടിൽ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ച് കൊതിച്ചൊക്കെ പോയതാട്ടോ. സത്യം പറഞ്ഞാൽ 2 ദിവസം നിന്നപ്പോഴേക്കും തിരിച്ചിങ്ങ് ഇവിടെ വന്നോളാൻ കൊതിയായിട്ട് വയ്യ. എൻ്റെ ചെടികളൊക്കെ ആകെ കൂടെ കരിഞ്ഞ് ഒരു മേളമായ കേട്ടോ. ചെടി മാത്രമല്ല കേട്ടോ, വീട് മൊത്തത്തിൽ കുളമായി കിടക്കുകയാണ്. അതും ഇതും വാരിയിട്ടും പിറക്കിയും പണികൾ നടക്കുകയല്ലേ. ഇനി അവർ പോയല്ലാതെ 2 ദിവസം എൻ്റെ നടുകൂടിയും ക്ലീനിങ്ങും മറ്റുമായിട്ട് പല്ലും കൂടി എടുത്തിരിക്കുന്നത് കൊണ്ട് അധികമായിട്ട് ദേഹം അനക്കാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര വിഷമത്തിലാണ് ഞാൻ. എന്ന് എൻ്റെ വീടിനെ ശരിയാക്കി എടുക്കുമെന്നുള്ള വിഷമത്തിൽ. ഇത് നിങ്ങളുടെ നാട്ടിലെന്താണ്? നമ്മുടെ നാട്ടിൽ വാള മീൻ. രാവിലെ തന്നെ വേദയും കൊണ്ട് ഞാനിങ്ങനെ തിരുമിട്ട് വീട്ടിൽ വന്നു. സ്കൂളിൽ വേദ വിടണമല്ലോ, വിട്ടിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടാണ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ചിട്ട് വീണ്ടും ഞാൻ നെട്ടയത്ത് വീട്ടിൽ പോകണം. ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം റെഡിയാക്കി വീണ്ടും തിരുമല വരാം. ഏട്ടൻ ഇവിടെ നിൽക്കുകയല്ലേ, അപ്പോൾ ഒന്നും പുറത്തുനിന്ന് കഴിക്കുന്ന എങ്ങനെയാണെന്ന് എഴുതി തിരുമല വീട്ടിൽ വന്ന് നെട്ടയത്ത് വന്ന് കഴിക്കാമെന്ന് എഴുതി. അപ്പോൾ പോകുന്ന വഴിക്ക് മീനെല്ലാം വാങ്ങിയിട്ട് പോയി. വാളയും മത്തിയും പിന്നെ കണ്ണൻ കൊഴിയാളാന്ന് പറഞ്ഞിട്ടുള്ള മീനൊക്കെ വാങ്ങി. കണ്ണൻ കൊഴിയാളാകുമ്പോൾ നാളെ വെക്കാമെന്ന് പറഞ്ഞെടുത്ത് വെച്ചു. വാള മീൻ കറിയും വെച്ചു, മത്തി മീൻ വറുക്കുകയും ചെയ്തു. ചോറും ക്യാബേജ് തോരനും പിന്നെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പുട്ട് രാവിലെ വെച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. പുട്ടും പിന്നെ ക്യാരറ്റും ക്യൂക്കുംബറും ഒക്കെ ആയിട്ട് നേരെ ഞാനങ്ങ് തിരുമല വീട്ടിൽ പോയി. ഇപ്പോൾ 2 ദിവസമായിട്ട് എൻ്റെ പരിപാടി ഇത് തന്നെയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് പോകും, കഴിച്ചിട്ട് വീണ്ടും ഇങ്ങ് വരും. പിന്നെ ഉച്ചത്തെ ചോറും കൊണ്ട് പോകും. പിന്നെ തിരിച്ച് വരുന്നത് വേദയും വിളിച്ചിട്ടായിരിക്കും തിരിച്ച് വരുന്നത്. അപ്പോൾ എന്തായാലും വേദ വിളിക്കുന്നതിനെ കരുതിയാണ് ഞാൻ പോകുന്നത്. അല്ലെങ്കിൽ ഞാനങ്ങനെ പോകത്തില്ല. ഏട്ടൻ പുറത്തുനിന്ന് ഞാനും വാങ്ങി കഴിക്കും കേട്ടോ. പിന്നെ പോവല്ലേ എന്ന് കരുതിയിട്ട് ചോറ് കൊണ്ടുപോകും. അമ്മ എല്ലാം റെഡിയാക്കുകയും ചെയ്യുക സമയമാകുമ്പോൾ. പിന്നെ എല്ലാം കൂടി കൊണ്ടുപോകും. വൈകുന്നേരം ആയപ്പോൾ ഇത് ചേമ്പൊക്കെ ഇങ്ങനെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് ചായയോടൊപ്പം കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ തൃക്കാർത്തിക അടുത്ത് വരുമ്പോൾ ചേമ്പിൻ്റെയും കാച്ചിലിൻ്റെയൊക്കെ ബഹളമാണ് കേട്ടോ. ചീമയ്ക്ക് ചായ കുടിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണമെന്ന് പറയും. അങ്ങനെ അമ്മ ഉണ്ടാക്കി കൊടുത്തതാട്ടോ. അവൾക്കിന്ന് കാച്ചിലോ ചേമ്പോ, എനിക്ക് എൻ്റെ പേര് കാച്ചിലും ചേമ്പും എനിക്ക് എപ്പോഴും മാറിപ്പോകും കേട്ടോ. അങ്ങനെ ആ സാധനം വേവിച്ച് കൊടുത്തു. അങ്ങനെ അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അങ്ങനെ കൊതിയൊന്നും ചീമയ്ക്കില്ല. എന്തെങ്കിലും പറഞ്ഞാൽ അമ്മ ആ സെക്കൻഡിൽ തന്നെ എത്ര വയ്യെങ്കിലും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. വയ്യാതെ വേറൊന്നുമില്ല, അമ്മയ്ക്ക് കാൽ മുട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഇപ്പം നല്ല വ്യത്യാസമുണ്ട് ഡോക്ടറെ കണ്ട ശേഷം. എങ്കിലും ഒരുപാട് ജോലിയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. റെസ്റ്റ് എടുത്താൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിപ്പോൾ നമ്മളെല്ലാവരും ഒക്കെ ഉള്ളപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു സമയം അമ്മയ്ക്ക് റെസ്റ്റ് ഇല്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ട്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കുറച്ച് പാസ്തയെല്ലാം ഉണ്ടാക്കി എല്ലാവരും കൂടി കഴിക്കുകയാണ്. ഈ കാച്ചിലും ചെയ്യുമ്പോൾ ഒന്നും അധികം വേണ്ടാത്ത ഒരാൾ ഈ വീട്ടിൽ ഉണ്ടല്ലോ. ആവശ്യമില്ലാത്ത സാധനങ്ങൾ മാത്രം കഴിക്കുന്ന വേദ അവൾക്ക് വേണ്ടിയിട്ടാണ്. എത്ര കൊടുക്കേണ്ടെന്ന് കരുതിയാലും നമുക്ക് കൊടുത്തു പോകും കേട്ടോ. നമുക്ക് നമ്മുടെ കുട്ടികൾ എന്താണോ കഴിക്കുന്നത് അതനുസരിച്ച് നമുക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അമ്മയും ജീമയും എല്ലാവരും കൂടി കഴിക്കുകയാണ്. അമ്മയ്ക്ക് പാസ്ത ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് വൈറ്റ് സോസ് പാസ്തയെക്കാട്ടി റെഡ് സോസ് പാസ്തയാണ് കൂടുതൽ ഇഷ്ടം. പക്ഷേ ഉണ്ടാക്കാൻ എളുപ്പം വൈറ്റ് സോസ് പാസ്തയുണ്ട്. പിന്നെ വൈറ്റ് സോസ് പാസ്ത തന്നെ ഉണ്ടാക്കി കേട്ടോ. അത് കഴിഞ്ഞ് ഇന്നലെ ഇവിടെ കാടെല്ലാം വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ആ കാടിനെല്ലാം തൂത്തുകൂട്ടി തീ ഇടുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. റോഡിൽ കിടക്കുന്ന കാടാണെന്ന് ആലോചിക്കും.